ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിൻ്റെ ഡേ 28 ആണിന്ന്. 28 ദിവസമായി നിങ്ങൾ എനിക്കൊപ്പം എവറി സിംഗിൾ ഡേ രാവിലെ ഒരു ചൂട് ചായയുമായിട്ട് അല്ലെങ്കിൽ കോഫിയായിട്ട് വന്നിരുന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് വളരെ ആവേശത്തോടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പറഞ്ഞു തരുന്ന പ്രാക്ടീസുകളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ നല്ല സന്തോഷമായിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ടീച്ചറമ്മ, ഞങ്ങൾ എല്ലാ ദിവസത്തെയും മോർണിംഗ് മോട്ടിവേഷൻ കണ്ടുകൊണ്ടാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര എനർജിയാണ്. ആ ഒരു ദിവസം മൊത്തം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മക്കളെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പവർ ഓഫ് സൈലൻസിനെ കുറിച്ചാണ്. പലരും കരുതുന്നത് ശക്തി എന്ന് പറയുന്നത് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. മഹാത്മാഗാന്ധി സൈലൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ മൗനവ്രതത്തിലായിരിക്കും. നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് അലറി ബഹളം വെച്ചൊന്നും അല്ല സംസാരിച്ചത്. അദ്ദേഹം വളരെ ശാന്തതയിലിരിക്കാനാണ് എപ്പോഴും ശ്രമിച്ചത്. ആളുകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കും, വായിൽ വരുന്നതൊക്കെ പറയും, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും. ആ സമയത്ത് ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് ഉച്ചത്തിൽ സംസാരിക്കണോ, സൈലൻ്റ് ആയിട്ടിരിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. സൈലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആണെന്ന് കരുതരുത്. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ യൂട്യൂബേഴ്സ് വരാറുണ്ട്. ചിലരെന്ത് ചെയ്യും, ആ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ അതിനെയൊക്കെ എടുത്തു ഭയങ്കര ആവേശത്തിൽ വീഡിയോ ചെയ്യുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. നമ്മൾ കൂടുതൽ പ്രതികരിക്കുമ്പോൾ ആളുകൾ കൂടുതൽ നെഗറ്റീവ് ഇടാനേ നോക്കുള്ളൂ. നിങ്ങൾ കാണാറുണ്ട് പലപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂ വീഡിയോസിനൊക്കെ താഴെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരാറുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് തിരിച്ചു പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉച്ചത്തിൽ ബഹളം വയ്ക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മൾ വളരെ സൈലൻ്റായിട്ട്, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് എന്താണ് എന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ് ടീച്ചറമ്മ എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അതിനെ ലൈഫിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പോസിറ്റീവായി ഇരുന്നു കൊണ്ട് അത്രയും സന്തോഷത്തിൽ ജീവിക്കുന്ന ഈ ഒരു വ്യക്തിയെ കല്ലെറിയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ടെങ്കിൽ എന്നെ അറിയാവുന്നവർക്കറിയാം ഇവരൊക്കെ വെറുതെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതാണ്. അപ്പം നമ്മൾ അതിനകത്ത് പോയി റെസ്പോണ്ട് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ വികാരാധീനരായി പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പോസിറ്റീവായിട്ടുള്ള മനുഷ്യരെല്ലാത്തിലെയും പോസിറ്റിവിറ്റിയെ കാണും, നെഗറ്റീവായിട്ടുള്ള മനുഷ്യരെല്ലാത്തിലെയും നെഗറ്റീവിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? കുറച്ചു നേരമെങ്കിലും ഈ ബാഹ്യ ബഹളങ്ങളിൽ നിന്നൊക്കെ കട്ടായി നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അവിടെ നമ്മൾ ശാന്തതയിലിരുന്ന് നമ്മൾ ആ ഒരു ഹയർ സോഴ്സുമായിട്ട് കണക്ഷനിലേക്ക് എത്തി. എല്ലാ ദിവസവും ഞാനിങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഇൻറ്റ്യൂഷൻ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഇൻറ്റ്യൂഷൻ്റെ പവറാണ്. പവർ ഓഫ് ഇൻറ്റ്യൂഷന് ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെക്കുറിച്ചൊക്കെ ടീച്ചർമ്മ പറഞ്ഞുതരാം. 365 ദിവസവും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഓരോ ടോപ്പിക്കും ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ ബഹളങ്ങളിൽ നിന്നും ടി വിയുടെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറിയിരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് സൈലൻ്റായിട്ടിരിക്കാം. സൈലൻ്റായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളൊരു ബുക്കെടുത്ത് എഴുതുക. വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു തീർക്കണം എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഉണ്ടാവും. പലപ്പോഴും നിങ്ങളിങ്ങനെ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ കരുതി നിങ്ങളിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടാവും. ആക്ഷൻ എടുക്കണം, പക്ഷേ പറ്റുന്നില്ല, ചെയ്യാം, മടി, അലസത, അങ്ങനെയൊക്കെ നീട്ടി വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ
അതെന്തൊക്കെയാണ് എന്ന് ബുക്കിലൊന്ന് കുറിച്ച് വയ്ക്കുക. കാര്യം മനസ്സൊന്ന് ശാന്തമായിരിക്കുമ്പോൾ നല്ല നല്ല ഐഡിയാസ് വരാൻ തുടങ്ങും. ഞാനിങ്ങനെയാണ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് എഴുതും. എനിക്ക് എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് ചെയ്യാനുള്ള, എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ആശയങ്ങൾ വരും. ആശയങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക. ആ ഓരോ ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. ഇതാണ് ശരിയായ ലൈഫ്. ഒരു ഡിസിപ്ലിൻ വേണം, കൺസിസ്റ്റൻസിയോടെ വർക്ക് ചെയ്യണം. ഒരു ഡിസിപ്ലിനും ഇല്ല, ചിട്ടയില്ല, ഒരു ശീലവും ഇല്ല. രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം വീണ്ടും സെയിം പാറ്റേൺ, സെയിം ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ജീവിതത്തിലൊരു മാറ്റം വരണമെങ്കിലും നമ്മൾ ആ എവരിഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആളുകൾ പ്രകോപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ നെഗറ്റീവ് പറയുമ്പോൾ, നമ്മളെപ്പറ്റി മോശം പറഞ്ഞു വരുത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലായിടത്തും ബഹളം വയ്ക്കലല്ല വേണ്ടത്. ബി സൈലൻറ്റ്. എന്നെ പലരും വിമർശിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊന്നും അവർക്ക് മറുപടി കൊടുക്കാൻ പോയില്ല. എൻ്റെ സൈലൻസാണ് അവർക്കുള്ള മറുപടി. അതുപോലെ തന്നെ പലരും ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളൊക്കെ ഞാൻ ചെയ്തപ്പോൾ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കളിയാക്കി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ചിരിച്ചവരുണ്ട്. ഞാൻ കാറിൻ്റെ പടമൊക്കെ ഒട്ടിച്ച് വെച്ചപ്പോൾ ഈ പടമൊക്കെ കണ്ടിട്ട് നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കളിയാക്കും വിമർശിക്കും ഒക്കെ ചെയ്തവരുണ്ട്. സിമ്പിൾ മറുപടി. ആ കാർ എടുത്ത് അവരെ കൊണ്ട് കാണിച്ചപ്പോൾ പിന്നെ അവർക്കൊന്നും മിണ്ടാനില്ലാത്ത അവസ്ഥയായി. നമ്മൾ വായിട്ടടിച്ചല്ല മറുപടി കൊടുക്കേണ്ടത്, നമ്മുടെ ആക്ഷനാണ് മറുപടി ശരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. നല്ല സന്തോഷമായിരിക്കാം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.